ഹലോ, എ ആൻഡ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഹാഫ് കോളർ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 മീറ്റർ ലൈനിങ്ങും ഇത് നമ്മുടെ റെഡിമെയ്ഡ് മെറ്റീരിയലാണ്. ടോപ്പിൻ്റെ തുണി മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. സ്മോൾ സൈസാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് പീസ് എടുത്തിട്ട് ആദ്യം 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഷോൾഡർ എടുക്കുന്നത് 6 ഇഞ്ചാണ്. സ്മോൾ സൈസ് ആയതുകൊണ്ടാണ് ഈ ഒരു മെഷർമെൻറ്റ്. 6 ഇഞ്ച് താഴേക്ക് ഞാൻ ആം ഹോളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് കേട്ടോ ഞാൻ 38 എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് ചെസ്റ്റ് സൈസ് 7.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി ഒരു സ്ക്വയർ ഇവിടെ വരച്ചു കൊടുക്കുക. ഒരു സ്ക്വയർ ബോക്സ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ചെസ്റ്റ് ഇവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ചും കൂടി ചേർത്തിട്ട് നമ്മൾ സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ചോ 1.5 ഇഞ്ചോ മതി. ഇനി നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നെക്ക് വിഡ്ത്ത് ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്ക് ലെങ്ത്ത് ഞാനിവിടെ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 5.5 ഇഞ്ചോ 6 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ചിലത് സ്മോൾ സൈസ് ആയതുകൊണ്ടാണ്. 6 ഇഞ്ചാണ് നമ്മൾ എക്സൽ സൈസ് അഡൽട്ടിനൊക്കെ അധികം 6 ഇഞ്ചാണ് വരിക. ഇനി ഒരു ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആം ഹോൾ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഈ രീതിയിൽ ആം ഹോൾ കർവ് വെച്ചിട്ട് വേണം ആം ഹോൾ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ ഷേപ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതാണ് 9.5 ഇഞ്ച് ഉണ്ട്. ഇനി ഇവിടുന്ന് താഴേക്ക് നമ്മൾ ഏകദേശം ഒരു 10.5 ഇഞ്ചിലാണ് ഷേപ്പ് വരുന്നത്. 10.5 ഇഞ്ചിൽ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. 10.5 ഇഞ്ചിലൊരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഷേപ്പ് വരുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിലൊരു 2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുക. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഹിപ്പാണ്, അതായത് സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷനിൽ വരുന്ന മെഷർമെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലിറ്റ് വരുന്ന ഏകദേശം അളവ് ഞാൻ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് വരുന്നത് 15.5 ഇഞ്ചാണ് സ്മോൾ സൈസ് ആയതുകൊണ്ട് വരുന്നത്. സ്ലിറ്റിൻ്റെ ഈ പോർഷനിൽ ഞാനിവിടെ 7.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ടേക്ക് എക്സ്ട്രാ നമ്മൾ സീം അലവൻസും കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലിറ്റിൻ്റെ മെഷർമെൻറ്റ് 7.5 കിട്ടിയത് എനിക്കിവിടെ ഹിപ്പ് സൈസ് 30 കിട്ടിയിരുന്നത്. ആ 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7.5 കിട്ടും. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ലിറ്റും താഴേക്ക് നീട്ടി വരച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ മുകളിലത്തെ വശം ഇങ്ങനെ ഫോൾഡഡ് ആയിരിക്കും. അതൊന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ബാക്ക് ഫ്രണ്ടുമായിട്ട് 2 പോർഷനായിട്ട് കിട്ടും. ഇനി നമ്മുടെ മെറ്റീരിയലിലേക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ ലൈനിങ് പീസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഒറിജിനൽ മെറ്റീരിയലിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഈ ഒരു മാർക്കുകളെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒറിജിനൽ മെറ്റീരിയലിൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് ആയിരിക്കണം എടുക്കേണ്ടത്. അതിൻ്റെ കൂടുതൽ 1 ഇഞ്ച് ഫോൾഡ് ചെയ്ത് അടിക്കാനും കൂടി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഈ മെറ്റീരിയൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നെക്ക് പോർഷൻ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, അത് ഹാഫ് കോളർ കുർത്തി ആയതുകൊണ്ടാണ്. ഇനി സ്ലീവിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് എടുത്ത് 2ആയിട്ട് മടക്കി അതിനെ വീണ്ടും മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ടോട്ടൽ ലെങ്ത്ത് എനിക്കിവിടെ വേണ്ടത് 12 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ചും കൂടി ചേർത്ത് 13 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് നമുക്ക് ഫോൾഡ് ചെയ്ത് അടിക്കാനാണ്. ഇനി ഇവിടെ മുകൾ വശത്ത് ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ 7 ഇഞ്ചിൻ്റെ പകുതി 3.5 ഇഞ്ച് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത്
ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. കർവായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക സ്ലീവിൻ്റെ ഭാഗം. ഇനി താഴെ സ്ലീവ് റൗണ്ട് എനിക്കിവിടെ 4.5 വേണ്ടത്. 4.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഇതും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക, 2 പോയിൻറ്റും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് സീം അലവൻസ് ആയിട്ട്. അതും അതേപോലെ താഴേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം, നമുക്ക് സെൻറ്റർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. ഇനി നെക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴേക്ക് ഞാൻ ഇവിടുന്ന് താഴേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു സ്ക്വയറായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ 2.5 ഇഞ്ചായിരുന്നു ആദ്യം മാർക്ക് ചെയ്തത്, ഞാനത് മാറ്റി 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. പിന്നെ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഒന്നും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ആ ഒരു ഷേപ്പ് തന്നെ വരച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് നമ്മളെ മെറ്റീരിയലിലേക്ക് സ്റ്റിഫ് ചെയ്തെടുക്കണം. ഇനി ഇപ്പുറത്തെ വശത്തും കൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലൈനിങ് പീസിലേക്ക് ഒന്ന് സ്റ്റിഫ് ചെയ്തിട്ട് നമ്മൾ സാധാരണ നെക്ക് മറിച്ചടയ്ക്കുന്ന പോലെ അടിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ സ്റ്റിഫ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് ലൈനിങ് പീസിൽ ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലെ പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പീസ് ഒറിജിനൽ പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല വശത്ത് വെച്ചിട്ട് ഇതേപോലെ നെക്ക് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രണ്ടിലെ നെക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ പ്രസ് സ്റ്റിച്ച് കൊടുക്കുന്നില്ല, അതിന് പകരം ഞാൻ ഇതുപോലെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലേസ് ഞാനിവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള ഡിസൈനർ ലേസൊക്കെ നമ്മൾ വെച്ച് കൊടുത്താൽ നമുക്കത് നല്ല കുർത്തീസൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതിൻ്റെ എഡ്ജെല്ലാം അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അതവിടെ പ്രസ് സ്റ്റിച്ച് പിന്നെയും കൊടുത്താൽ മാത്രമേ അതവിടെ വൃത്തിക്ക് നിൽക്കുള്ളൂ. ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് നെക്ക് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കുഴിച്ച് വെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കവിടെ കോളർ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടുന്നത്. ഇനി നല്ല തുണിയിലേക്ക് ലൈനിങ് പീസ് ചേർത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ നെക്ക് അടിക്കുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ച് ഉൾവശം കട്ട് ചെയ്ത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ 2 ഷോൾഡറും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നല്ല വശവും ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 വശത്തെയും ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 വശവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ ഒരു 2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ചോ 2.5 ഇഞ്ചോ 6 ഇഞ്ച് നെക്ക് ലെങ്ത്ത് എടുക്കുന്നവർ 2.5 ഇഞ്ച് എടുക്കണം. ഞാനിവിടെ 2 ഇഞ്ച് എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഈ ഒരു നെക്ക് ഒന്ന് നമുക്ക് ഇതുപോലെ ടേപ്പ് എടുത്തിട്ട് മെഷർ ചെയ്ത് കൊടുക്കാം. നമുക്ക് കോളറിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മെഷർ ചെയ്യുന്നത്. എനിക്കിവിടെ 11 ഇഞ്ചാണ് നെക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 12 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിങ്ങനെ 2ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി 11ൻ്റെ പകുതിയാണ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്കിവിടെ 11ആണ് കിട്ടിയിട്ടുള്ളത്. 11ൻ്റെ പകുതി ഇവിടെ 5.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് വീതിയും മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു സ്ക്വയറായിട്ട് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ അടിവശം ഇതേപോലെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ വേറൊരു പീസ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്യാൻവാസത്തിൽ സ്റ്റിഫ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ വേറൊരു പീസും കൂടി എടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. മുകൾ ഭാഗത്ത് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഈ ഒരു മുകൾ വശത്ത് കൂടി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. കോളറിൻ്റെ അതേ ഷേപ്പ് തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടിവശത്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ വിടണം. നമുക്കത് തിരിച്ചിടാനുള്ളതാണ്, അതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ആ ഷേപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ആ ഒരു പീസെല്ലാം കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യുമ്പം സ്റ്റിച്ച് വീണതിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മുകളിലേക്കായിട്ട് കട്ട് ചെയ്യണം. ഇനി ഇതേപോലെ ചെറിയ കട്ട് പീസുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. കോളർ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. ഇനി ഇവിടെ അടിവശത്ത് കാണുന്ന ആ ഒരു പീസിൻ്റെ അവിടെ നമ്മുടെ കോളറിൻ്റെ ആ ഒരു ഭാഗം വരുന്നതിൻ്റെ അവിടെ ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചോക്ക് വെച്ചിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. ആ ലൈനിലൂടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് ഉള്ളോട്ടേക്ക് കയറി ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. ഇതേപോലെ ഒരു വര ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉള്ളിൽ. ഇനി ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക. സെൻറ്റർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ടോപ്പിലേക്ക് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ടോപ്പിൻ്റെ സെൻറ്ററും ഞാനിവിടെ ചോക്ക് വെച്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 സെൻറ്ററും കൂടി ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ താഴേക്ക് രണ്ട് വശത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് സ്റ്റിഫ് ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ടൊന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതേപോലെ മറുവശത്തും സെൻറ്ററിൽ നിന്ന് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ കോളർ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ഉള്ളോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ചാണ് ചെയ്തെടുക്കേണ്ടത്. ഹാഫ് കോളർ നമുക്ക് വെക്കാൻ എളുപ്പം കഴിയും. കണ്ടില്ലേ, ഇതേപോലെ ഉള്ളോട്ടേക്ക് വെച്ചിട്ട് ഉൾവശത്ത് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തയ്യൽ തുമ്പൊന്നും ഉള്ളിലൊന്നും കാണില്ല. പുറകുവശത്തും നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവ് എടുത്തിട്ടുണ്ട്. ആദ്യം സ്ലീവിൻ്റെ ഈ അടിവശം നമുക്ക് ഫോൾഡ് ചെയ്തടിക്കണം. 2 സ്ലീവും ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളെ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ ടോപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ വശം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ പിടിച്ച് കറക്റ്റ് മെഷർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും. 2 സ്ലീവും ഞാൻ ഈ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഈ ഒരു അടിവശത്ത് സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ ഞാൻ ഇതേപോലെ തന്നെ ഒരു ഡിസൈനർ ലേസ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. നെക്കിന് വെച്ചിട്ടുള്ള അതേ ലേസ് തന്നെ ഇവിടെയും വെച്ച് കൊടുക്കുകയാണ്. 2 സ്ലീവിന് ഇതേപോലെ വെച്ച് നമ്മൾ അതിൻ്റെ സ്ലീവ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. 2 സ്ലീവും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ
ലൈനിങ്ങിൻ്റെ അടിവശം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എഡ്ജിലെത്തുമ്പോൾ ഒരു 2-3 സ്റ്റിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 സൈഡും അതേപോലെ തന്നെ ഇതിൻ്റെ അടിവശവും ഫോൾഡ് ചെയ്ത് ലൈനിങ്ങിൻ്റെ അടിവശവും ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനി ഈ സ്ലിറ്റ് നമുക്ക് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ 2 വശവും സ്ലിറ്റ് അടിച്ചു കൊടുക്കുകയാണ്. സ്ലിറ്റ് ഇതേപോലെ അടിക്കാൻ പ്രയാസമുള്ളവരാണെങ്കിൽ ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്തെടുത്ത് പിന്ന് കുത്തി കൊടുക്കുക. അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താൽ സ്ലിറ്റ് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. ഈ ഒരു എഡ്ജ് വശത്തെത്തുമ്പം സൂചി കുത്തി നിർത്തിയിട്ട് ഇതേപോലെ തിരിച്ചിട്ട് സ്ലിറ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ 2 വശവും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ലിറ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു അടിവശം ഒന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കണം. അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഹാഫ് കോളർ കുർത്തി കംപ്ലീറ്റ് ആവുന്നതാണ്. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് 2 ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹാഫ് കോളർ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.